സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു കള്ളം, സയ്യിദ് അബുൽ മൗദൂദിയെ പോലുള്ള ആളുകൾ ഏത് കാഫിറിനെയും കൊല്ലണം, എന്നിട്ട് അവിടെയൊക്കെ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നാ. മൗദൂദി സാഹിബിൻ്റെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സാധനമാണ്. അതാരും എവിടെയും പൂഴ്ത്തി വച്ചിട്ടില്ല. മൗദൂദിയോട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസം ഉള്ളതോടൊപ്പം തന്നെ ലോകത്തുള്ള മാന്യതയുള്ള ഒരാളും പറയുകയില്ല മൗദൂദി സാഹിബ് എല്ലാ കാഫിറിനെയും കൊല്ലണം എന്ന് പറഞ്ഞു എന്നുള്ളത്. അദ്ദേഹം ജിഹാദിനെ സംബന്ധിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഗ്രന്ഥം എഴുതേണ്ടി വന്നിട്ടുള്ളത്, ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നും ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന ഏറ്റവും പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടിരുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരും ബ്രിട്ടൻകാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ. ഇവർ നമ്മൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയാറില്ല. ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാരെന്നൊക്കെയാണ് പറയുക. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണ് ഇവരൊക്കെ. ആ ക്രിസ്ത്യാനികളാണ് ഇസ്ലാമിൻ്റെ ഇതിൽ ഇങ്ങനെയുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിട്ടുള്ളത്. എന്നാൽ ക്രിസ്ത്യാനികളിൽ തന്നെയുള്ള പല നിഷ്പക്ഷമതികളും അത്തരത്തിലുള്ള പ്രോപഗണ്ടകളെ എതിർക്കുകയും ഇസ്ലാം വാളുകൊണ്ടല്ല, അതിൻ്റെ മാനുഷിക മുഖവും അതുപോലെ തന്നെ അതിൻ്റെ ആദർശനിഷ്ഠയും ഒക്കെ കാരണമായിട്ടാണ് അത് പ്രചരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചിട്ടുള്ളതെങ്കിൽ ഇന്നും മറ്റേതൊരു മതവും പ്രചരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണെന്നുള്ളത് ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ആരും ആരെയും വാള് അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ അധികാരം, ആയുധം കാണിച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുന്നത് കൊണ്ടല്ല അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ ആയത്തിൽ പഠിച്ചു. അതിൽ തന്നെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, പണ്ഡിതന്മാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജീവിതം മുഴുക്കെ ഒഴിഞ്ഞു വച്ചിരുന്ന ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളടക്കം ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്ന കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്? ആയുധം ഭയന്നിട്ടാണോ? അല്ല എന്നുള്ള ഉറപ്പാണ്. ഇസ്ലാമിൻ്റെ മാനുഷികമായിട്ടുള്ള, അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള അധ്യാപനങ്ങൾ അതെത്രമാത്രം ആധുനിക ലോകത്തിന് യോജിക്കുന്നതാണ്, വസ്തുതയുമായി നിരക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരതൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇനി മൗദൂദി സാഹിബുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് മൗദൂദി സാഹിബ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഇസ്ലാം വാളുകൊണ്ടല്ല പ്രചരിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, ഇസ്ലാമിൻ്റെ പേരിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കാൾ കടുത്ത, ഏറ്റവും അക്രമമർദ്ദനങ്ങൾ കൂടിയിട്ടുള്ള യുദ്ധം, മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിലുള്ള യുദ്ധങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകളാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ്. അത് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. അത് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ സംഗതികളടക്കമെടുത്ത് ആധുനിക സമൂഹത്തിൽ നടന്നിട്ടുള്ള, ഇപ്പോൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വാദഗതിയെ ഖണ്ഡിക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ജിഹാദ് ഫിൽ ഇസ്ലാം പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇസ്ലാമിലെ ജിഹാദ് പോലുള്ള പുസ്തകങ്ങൾ. അതിൽ അദ്ദേഹം ആ കാര്യങ്ങൾ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാം യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്, അതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണത്. അവിടെ എവിടെയും മൗദൂദി സാഹിബ് ഖുർആന് എല്ലാ കാഫിറിനെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മൗദൂദി അവിടെ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ പറയുന്ന അസഭ്യമാണ്. അതുപോലെ
തനി നുണയാണ്, പച്ചക്കള്ളമാണ് എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഖുർആന് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ആരോടാ? എല്ലാ കാഫിറിനെയും കൊല്ലണം, എല്ലാ കാഫിറിനോടും യുദ്ധം ചെയ്യണമെന്ന് ഖുർആൻ എവിടെയാണ് പറഞ്ഞത് എന്ന് കാണിച്ചു തരാൻ ജബ്ബാറിനെ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ജബ്ബാറിൻ്റെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ചിന്തയാണത്. രണ്ടാമത്തേത് എന്താണ് കുഫർ, ആരാണ് കാഫിർ, എത്ര തരം കാഫിറുണ്ട്, ഏത് കാഫിറിനോടാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങൾ ജബ്ബാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കുഫർ എന്നത് പല വിധത്തിലുണ്ട് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. കുഫർ എന്ന പദം അത് നന്ദി നിഷേധത്തിന് പറയും. അപ്പം നന്ദില്ലാത്ത ആൾ, അതായത് നന്ദി കെട്ടവൻ എന്ന അർത്ഥത്തിൽ ഖുർആൻ കുഫർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്, കാഫിറും എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകൻ എന്ന അർത്ഥത്തിൽ ഖുർആൻ കാഫിർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ എല്ലാ കാഫിറിനെയും കൊല്ലണം എന്ന് പറഞ്ഞാൽ കർഷകരെയും കൊല്ലണം എന്നായിരിക്കുമല്ലോ ജബ്ബാർ അർത്ഥം പറയാം. മറ്റൊന്ന് നിഷേധികൾ എന്ന അർത്ഥത്തിൽ ഖുർആൻ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം നിഷേധികളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും ആചാരവും എനിക്ക് എൻ്റെ വിശ്വാസവും ആചാരവും അതനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് നമ്മൾ പരസ്പരം വകവെക്കാണ് വേണ്ടത്. ഇവിടെ ഇസ്ലാമിനോട് ശത്രുതയില്ലാത്ത, എന്നാൽ നിഷേധം കൈക്കൊള്ളുന്ന, നിഷേധം കൈവടിയാത്ത, ഇസ്ലാം പിൽക്കാത്ത ആളുകളോടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. മൂന്നാമത്തെ ഒരു കുഫർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ തന്നെ തീരെ അംഗീകരിക്കാത്ത കുഫറാണ്. ജബ്ബാറിനെ പോലുള്ള നിരീശ്വരവാദികൾ അംഗീകരിക്കുന്ന കുഫറാണ്. ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളോടും യുദ്ധം ചെയ്യണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവരവരുടെ ആശയം പ്രചരിപ്പിക്കുന്നു. ഇസ്ലാമിനോട് അവർ യുദ്ധം ചെയ്യാത്ത കാലത്തോളം ഒരിക്കലും അവരോട് ഇസ്ലാം യുദ്ധത്തിന് ഒരുങ്ങില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ മനസ്സിലാക്കിയിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ബാഹ്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത തരം കുഫർ, ഇതും കുഫറാണ്. ഈ കുഫറിനോടും ഈ കാഫറിനോടും യുദ്ധം ചെയ്യാൻ, വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ഖുർആൻ ജിഹാദ് നടത്താൻ പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഒന്നും വാളെടുത്ത് യുദ്ധം ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ ഖുർആൻ കൊണ്ട് അവരോട് സമരം നടത്തുക എന്ന്. ഖുർആൻ കൊണ്ട് സമരം നടത്തുക പറഞ്ഞാൽ എന്താ? ഖുർആൻ എന്ന് പറയുന്നത് വാളുപോലെ മനുഷ്യൻ്റെ കഴുത്ത് വെട്ടാൻ മൂർച്ചുള്ള ഒരു ആയുധമല്ല. എന്നാൽ മനുഷ്യൻ്റെ ആശയപരമായിട്ട് അവൻ്റെ തെറ്റായിട്ടുള്ള ആശയങ്ങളെ പരാജയപ്പെടുത്താൻ മാത്രം മൂർച്ചയുള്ള വാളാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആശയതലത്തിൽ ഇത്തരം ആളുകളോട് സമരം നടത്തണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതല്ലേ ഇവിടെ ജബ്ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനോട് ജബ്ബാർ ആശയപരമായിട്ട് സമരം നടത്തുമ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകളോട് ഇസ്ലാമിൻ്റെ ആളുകൾ ആശയപരമായിട്ട് സമരം നടത്തുന്നു. അതുപോലും ജബ്ബാറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയ്ക്ക് അസഹിഷ്ണുവാണ് ജബ്ബാർ എന്നാണല്ലോ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്, അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതാ, എന്നോട് നിങ്ങൾ ആശയപരമായിട്ട് സമരം നടത്താൻ വന്നിട്ട് കാര്യമില്ല, ഞാനത് അംഗീകരിക്കുകയില്ല, നിങ്ങളെ ഞാൻ എതിർത്തു കൊണ്ടിരിക്കും, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് സ്വീകാര്യമല്ല, എനിക്ക് കേൾക്കന്നെ വേണ്ട എന്നിടത്താണ് ജബ്ബാറുള്ളത്. അപ്പോൾ ആശയപരമായ സമരത്തെ പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത, അതിനെപ്പോലും വെറുക്കുന്ന, യാതൊരു സഹിഷ്ണുതയില്ലാത്തവനാണ് ജബ്ബാർ. ഇനി മറ്റൊരു കുഫർ കാഫിറുള്ളത് ആരാണ്? ആയുധമണിഞ്ഞ കാഫിറാണ്. ഈ കാഫിറിനോടാണ് ഖുർആൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഖാതിലുല്ലദീന യലൂനക്കും മിനൽ കുഫാരി, നിങ്ങളോടടുത്ത് വരുന്ന കുഫാറിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ആയുധമണിഞ്ഞ ശത്രുവിനോട് യുദ്ധം ചെയ്യണം. അറബി ഭാഷയിൽ രാത്രിയെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയും, കടലിനെ സംബന്ധിച്ച്, സമുദ്രത്തെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയും, അതുപോലെ തന്നെ ശത്രുവിനെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയും എന്നതൊക്കെ അറബി ഭാഷാ നിഘണ്ടുക്കളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള സംഗതിയാണ്. എന്താണ് കാരണം? രാത്രി അതിൻ്റെ ഇരുട്ടുകൊണ്ട്
സമുദ്രം അതിൻ്റെ വെള്ളം കൊണ്ട്, അതുപോലെ തന്നെ ശത്രു അവൻ്റെ ശരീരത്തെ അവൻ്റെ ആയുധങ്ങൾ കൊണ്ടൊക്കെ മറച്ചു വെക്കുന്നു എന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആയുധമണിഞ്ഞ ശത്രു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹജ്ജത്തുൽ വിദാഇൻ്റെ ഘട്ടത്തിൽ മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്, ലാ തർജിഉ ബഅദി കുഫാറൻ, നിങ്ങൾ എനിക്ക് ശേഷം കുഫാറായിട്ട് മാറാൻ പാടില്ല. അവിടെ കുഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധികൾ എന്ന അർത്ഥത്തിലല്ല അവിടെ കുഫാർ പ്രയോഗിച്ചത്. യദ്രിബു ബഅദുക്കും നിഖാബ ബഅദ് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം കഴുത്ത് വെട്ടുന്ന കുഫാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശത്രുക്കളായി മാറാൻ പാടില്ല എന്നാണ്. ഈ ആയുധമണിഞ്ഞ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞതിനെയാണ് ജബ്ബാറിനെ പോലുള്ള ദുഷ്ടബുദ്ധികൾ ഖുർആന് കാഫിറിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞത് ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇവറ്റകൾക്കൊക്കെ അങ്ങനെ പറയുന്നതിൽ യാതൊരു അമാന്തവും അവർ കാണിക്കൂല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പാപ്പരത്വവും ചിന്താപരമായിട്ടുള്ള പാപ്പരത്വമാണ് കാരണം. എന്ത് വന്നാലും സത്യം അംഗീകരിക്കാൻ, വസ്തുത അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്നാണ് അവർ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ഇനി മൗദൂദി ഇങ്ങനെ വല്ലതും പറഞ്ഞോ, അത് തെളിയിക്കേണ്ടത് മൗദൂദിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അത് തെളിയിക്കാൻ ജബ്ബാറിനെ പോലുള്ള ആളുകളെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ജബ്ബാറിനോ അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ലോകത്തുള്ള എല്ലാവരും കൂടി തെരഞ്ഞാലും അത് കാണാൻ കഴിയില്ല എന്നാണ് വസ്തുത. കാരണം ഒരു ഇസ്ലാമിക പ്രബോധകൻ എന്നുള്ള നിലക്ക് മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രബോധന രീതി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ പോലും മനുഷ്യരെ ആശയപരമായി നേരിടുകയും മാനസികമായി അവരെ മെരുക്കിയെടുക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ കൈക്കൊള്ളുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തെ സംബന്ധിച്ച് തൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവർക്ക് അദ്ദേഹം നൽകിയ മറുപടി പോലും അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാവുകയില്ല എന്നുള്ളതാണ്. കാരണം അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിന് പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു തീവ്രവാദത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. ആ തീവ്രവാദികൾ അവർ പരസ്പരം തെറ്റിയാൽ പിന്നെ അവർ പരസ്പരം കഴുത്തറക്കുന്നിടത്തെത്തും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിനൊക്കെ ന്യായീകരണങ്ങളുണ്ടായിരുന്നു എന്നും ആ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ വലിയ ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ക്രിസ്ത്യാനികളും യൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ യുദ്ധം ചെയ്തപ്പോഴാണെന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ജബ്ബാർ മൗദൂദി സാഹിബ് ആളിനെ കാഫിറിനൊക്കെ കൊല്ലണം എന്ന് പറയേണ്ടതെന്ന് പച്ചക്കള്ളം പറയുന്നത്. അപ്പം ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന ഒരു തരം ഭ്രാന്ത് എന്ന് മാത്രമേ ഇത്തരത്തിലുള്ള യുക്തിവാദത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് യുക്തിവാദമല്ല, ഇത് തനി ഭ്രാന്താണ്. ജബ്ബാറിനെ ബാധിച്ചിട്ടുള്ള കിറുക്ക് എന്ന് നമുക്ക് അതിനെപ്പറ്റി വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ കിറുക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മൗദൂദി അത്തരത്തിലുള്ളതെല്ലാം പറഞ്ഞതുകൊണ്ടോ ഇസ്ലാം കാഫിറുകളൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. കാഫിറുകളെയൊക്കെ കൊല്ലണമെന്ന് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് തെളിയിക്കാൻ ജബ്ബാറിൻ 10,000 ജന്മെടുത്താലും സാധ്യമാവുകയില്ല എന്നത് മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.